മുസ്ലിങ്ങൾ അവരുടെ ദൈവത്തിന് സമർപ്പിക്കുന്ന വഖഫിൻ്റെ കാര്യത്തിൽ ഭരണകൂടം ഇടപെടുന്നത് മുസ്ലിം മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ഹിന്ദുത്വ ശക്തികളുടെ ശ്രമത്തിൻ്റെ ഭാഗമല്ലേ? വഖഫ് ആക്ട് ഇന്നോ ഇന്നലെയോ പാസ്സാക്കപ്പെട്ടതല്ല. വഖഫ് എന്നൊരാശയം രൂപപ്പെട്ടത് ഈ നൂറ്റാണ്ടിലുമല്ല. വഖഫ് പ്രോപ്പർട്ടികളെ സംബന്ധിച്ച് ഒരു നിയമനിർമ്മാണത്തിൻ്റെ അനിവാര്യത വന്നതും അത് ചെയ്തതും ഇന്നോ ഇന്നലെയോ അല്ല. ഏറ്റവും അടിസ്ഥാനപരമായി തന്നെയുള്ള നിയമ ഭേദഗതികൾ വന്നത് 2013 അന്നും ഈ പ്രഭാഷണ പരമ്പര ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഈ ചോദ്യം വന്നിട്ടില്ല. അന്ന് വരാത്തത് കൊണ്ട് ഇന്ന് വന്നുകൂടാ എന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും അന്ന് വരാത്തത് ഇന്ന് വരാം, അന്ന് വന്നത് ഇന്ന് വീണ്ടും വരാം. പക്ഷേ ഭരണകൂടം എന്നും ഇടപെട്ടിട്ടുണ്ട്. കാരണം ഭരണകൂടത്തിൻ്റെ വിഷയമാണത്. അത് ആരാധനാപരമായ വിഷയമല്ല. ആരാധനാപരമായ വിഷയമാണെങ്കിൽ അവിടെ ഭരണകൂടം ഇടപെടുകയില്ല, ഇടപെടുന്നത് യുക്തമല്ല. മറിച്ച് സ്വത്ത് നിർവഹണത്തെ സംബന്ധിക്കുന്നത് ഓരോ രാജ്യത്തിലും അതത് രാജ്യത്തിലെ ഭരണവ്യവസ്ഥയ്ക്ക് അനുസൃതമായിരിക്കണം. ഭാരതത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഏതൊരു നിയമവും രൂപീകരിക്കപ്പെടുന്നതായാലും പരിവർത്തനപ്പെടുത്തുന്നതായാലും ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായി നിയമനിർമ്മാണം നടന്നു എന്ന് വരികിൽ അത് തിരിച്ചറിയുമ്പോൾ തിരുത്തേണ്ടതാണ്. ഇപ്പോൾ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു ക്രമത്തിൽ മാത്രമാണ്. കാരണം ഇവിടെ ഏതൊരു സ്വത്ത് സംബന്ധമായ തർക്കമുണ്ടെങ്കിലും അത് ഹിന്ദുവിൻ്റെയെന്നോ ക്രിസ്ത്യാനിയുടേതെന്നോ വ്യത്യാസമില്ല, അല്ലെങ്കിൽ സിഖിൻ്റെതെന്നോ പഴശ്ശിയുടേതെന്നോ വ്യത്യാസമില്ല. ഭാരതത്തിലുള്ള ഏത് സ്വത്ത് സംബന്ധിച്ച തർക്കം വന്നാലും അവിടെ നിർണയത്തിന് നമ്മുടെ സിവിൽ കോടതികളാണ് ആലംബമാക്കപ്പെടേണ്ടത്. അവിടെയാണ് നമ്മൾ പരാതിയോ അന്യായമോ എന്താണെന്ന് വെച്ചാൽ ഫയൽ ചെയ്യേണ്ടത്. അങ്ങനെയായിരുന്നു വഖഫ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ചും. എന്നാൽ 2013 കൊണ്ടുവന്ന ഭേദഗതിക്ക് അനുസരിച്ച് വഖഫ് സംബന്ധിച്ച ഡിസ്പ്യൂട്ടുകൾ സിവിൽ കോടതിയിൽ പറ്റില്ല. അതിന് ട്രിബ്യൂണലിൽ തന്നെ പോകണം, വഖഫ് ട്രിബ്യൂണലിൽ പോകണം. ആ വഖഫ് ട്രിബ്യൂണലിലാകട്ടെ ഒരു മതത്തിൻ്റെ മാത്രം പ്രതിനിധികളുള്ള, ഭാരതത്തിലാകെ കൂടെ കൃത്യസംഖ്യ അറിയില്ല, എന്തായാലും 10നും 15നും ഇടയ്ക്ക്, ഇനി 20 താഴെയാണോ എന്നറിയില്ല, അത്ര വഖഫ് ട്രിബ്യൂണലുകളേ ഉള്ളൂ. ഭാരതത്തിൽ നമ്മുടെ മിലിറ്ററിയും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്ത് വഖഫിൻ്റെ ഉടമസ്ഥതയിലാണ്, ഏറ്റവും അധികം. അപ്പോൾ അത് സംബന്ധിക്കുന്ന നിയമവ്യവസ്ഥകളിൽ കാലാകാലങ്ങളിൽ സർക്കാർ പരിവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവരുന്ന പരിവർത്തനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടായിരിക്കണം. അപ്രകാരമുള്ള നിയമനിർമ്മാണം കൊണ്ടുവരുന്ന സമയത്ത് മുസ്ലിം മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഇവിടെ എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്. ആർക്കും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമില്ല. ഒരു മനുഷ്യനും ഒരു മതത്തിനും ഒരു സംഘടനയ്ക്കും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമില്ല. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ലിമിറ്റഡാണ്, നിയന്ത്രിതമാണ്. ആ നിയന്ത്രണം 3 ഘടകങ്ങൾക്കനുസരിച്ചാണ്. ഒന്ന് പബ്ലിക് ഹെൽത്ത്, 2 സോഷ്യൽ ഓർഡർ, 3 മൊറാലിറ്റി. ഈ 3 ഘടകങ്ങൾക്കനുസൃതമായി മാത്രമേ ഭാരതത്തിൽ സ്വാതന്ത്ര്യമുള്ളൂ. ലോകത്തിൽ ഒരു രാജ്യത്തിലും അതത് രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമത്തിന് വിരുദ്ധമായ സ്വാതന്ത്ര്യം ഇല്ല, ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പബ്ലിക് ഓർഡർ എന്നുള്ളതിന് ഭിന്നമായ, വിരുദ്ധമായ ഏത് വകുപ്പ് കണ്ടാലും യഥാകാലം പരിവർത്തനപ്പെടുത്തേണ്ടത് സർക്കാരിൻ്റെ കർത്തവ്യമാണ്. 2
നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മാനദണ്ഡങ്ങളിലൊന്നാണ് ഈക്വൽ ജസ്റ്റിസ് എന്നുള്ളത്. ഈക്വൽ ജസ്റ്റിസ്, തുല്യനീതി. ഈ തുല്യനീതി സിദ്ധാന്തത്തിന് ഭിന്നമായിട്ട് ഒന്നും നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടാവരുത്. അപ്പം അത് യഥാകാലം ഭേദഗതികൾക്ക് വിധേയമായിട്ട് പോയിക്കൊണ്ടിരിക്കും. പുതിയ ഭേദഗതി വിഭാവന ചെയ്തിട്ടുള്ളത് മന്ത്രിസഭ അംഗീകരിച്ച് സർക്കാരിൻ്റെ ബില്ലായിട്ട് പാർലമെൻറ്റിൽ വരേണ്ടതാണ്. പക്ഷേ ജോയിൻറ്റ് കമ്മിറ്റിക്ക് വിട്ടു. ഏതായാലും അവതരണം ഇപ്പോൾ നടന്നിട്ടില്ല. പൊതുജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഗവൺമെൻറ് സംവിധാനങ്ങൾ വിജ്ഞാപനമിറക്കി. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴും ഉള്ളത്. അവതരണം കഴിഞ്ഞിട്ടില്ല, നമുക്കെല്ലാം അറിയുന്നതാണ്. പക്ഷേ ആ അവതരണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഭേദഗതികൾ, ഒന്നാമതായിട്ടുള്ളത് മറ്റേതൊരു വസ്തുതർക്കത്തെയും പോലെ ഇതും സിവിൽ കോടതികളുടെ അധികാരത്തിൽപ്പെട്ടതാകുന്നു. മറ്റൊന്ന്, വഖഫ് ബോർഡിൽ 2 വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. ഇപ്പോൾ വനിതകളില്ല, വനിതാ പ്രാതിനിധ്യം ഉണ്ടാവണം. മറ്റൊരു ഭേദഗതി വകുപ്പുള്ളത്, ഒരു വ്യക്തി വഖഫിലേക്ക് തൻ്റെ പ്രോപ്പർട്ടി സമർപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് പത്നിയുണ്ടെങ്കിൽ അഥവാ മൊഴി ചൊല്ലപ്പെട്ട പത്നി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ സ്വത്തിൽ അധികാരം വരും. ഇപ്പോൾ പത്നിയുണ്ടെങ്കിലോ അഥവാ മൊഴി ചൊല്ലപ്പെട്ട പത്നി ഉണ്ടായിരുന്നെങ്കിലോ അവർക്ക് ആ സ്വത്തിൽ അധികാരം വരും. അവർക്കുള്ള അധികാരം കഴിഞ്ഞിട്ടേ വഖഫിലേക്ക് പോകുള്ളൂ. ഇത് മറ്റെല്ലാ മതങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിയമം. ആ നിയമം ഇസ്ലാമിലും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ 2 തരം പൗരന്മാരില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള മംഗളകരമായ ഒരവസ്ഥയാണ്. കാരണം ഒരു രാജ്യമാണെങ്കിൽ അവിടെ ഒരു നിയമം വേണം. ലോകത്തിൽ ഏത് രാജ്യത്താണ് അങ്ങനെ അല്ലാത്തത്? രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ഒരു രാഷ്ട്രം ഒരു നിയമം എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഈ ചോദ്യത്തിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യം കണ്ടതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് ഭേദഗതി കൊണ്ടുവരേണ്ടത്. ഹിന്ദു സമൂഹം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഹിന്ദു സമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. ഇത് മുസ്ലിം സമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. ഇത് ക്രിസ്ത്യൻ സമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. മറിച്ച് ഭാരതത്തിലെ ഓരോ പൗരനും എൻ്റെ രാഷ്ട്രമാണ് മുഖ്യം, എൻ്റെ രാഷ്ട്രം അഖണ്ഡമായിട്ട് നിലനിന്നാലേ, എൻ്റെ രാഷ്ട്രം ഏകതാപൂർണമായി നിലനിന്നാലേ ഇത് നിലനിൽക്കൂ. അല്ലെങ്കിൽ പല പല ഛിദ്രശക്തികളാൽ ഇത് നശിപ്പിക്കപ്പെടും എന്ന അവബോധമുള്ളവരൊക്കെ തുല്യനീതി എന്നുള്ളതിൽ നിന്ന് ഭിന്നമായ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഏതൊരു വ്യവസ്ഥയെയും ഇല്ലാതാക്കേണ്ടതാണ്. അതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്.